ഈ കാർലോ അക്വിറ്റസിൻ്റെ മമ്മ അൻഡ്രയുടെ ഒരു ഇൻ്റർവ്യൂ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞാനത് കാണാനായിട്ടിടയായി. ഈ മമ്മ പറയുന്നത്, ഞാനാകെ മാമുദീസയുടെ അവസരത്തിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു, പിന്നീട് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അവസരത്തിലും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും മാത്രമാണ് പള്ളിയിൽ പോയിട്ടുള്ളത്. പിന്നെ വിവാഹത്തിനാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ മകൻ, എനിക്ക് തന്നെ ഒരു അതിശയമാണ്, അവൻ എങ്ങനെയാണ് ഈശോയുടെ ഇത്ര ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പറയുമായിരുന്നു, അവിടെ ദേവാലയത്തിൽ ഈശോ ഒറ്റയ്ക്കല്ലേ അമ്മ, നമുക്കൊന്ന് അവിടെ ഒന്ന് കയറിയിട്ട് ഈശോയെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ദേവാലയത്തിലേക്ക് അവൻ കയറ്റുമായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് അടുത്തത്. നമുക്കറിയാം, ഇറ്റലിയിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ, മിലാനിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ, പണ്ട് നമുക്കൊരു വിശുദ്ധൻ മിലാനിൽ നിന്നുണ്ടായിരുന്നു, നമ്മുടെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ അമ്മ ഈ മകന് വേണ്ടി വളരെ ശക്തമായി വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഈ മകൻ വിശുദ്ധനായിട്ട് തീർന്നത്. എന്നാൽ ഇവിടെ ഈ മകൻ്റെ പ്രാർത്ഥനാ ജീവിതവും ദിവ്യകാരുണ്യത്തോടുള്ള ആ ഒരു വലിയ അടുപ്പവും ആ ഭക്തിയും ഒക്കെ കണ്ട് അമ്മയും ആ കുടുംബവും ഈശോയിലേക്ക് അടുക്കാൻ ഇടയായത് ഈ അമ്മ വിവരിക്കുന്നത് ഈ ഇൻ്റർവ്യൂവിലുണ്ട്. പ്രിയ മക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻസി ജനറേഷൻ, ഈ ന്യൂ ജനറേഷൻ, ഈ ജനറേഷൻ ഇന്ന് ഒത്തിരിയേറെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാർലോ അക്വിറ്റസ് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നു. 15 വയസ്സാകുമ്പോഴേക്കും അവൻ വെബ്സൈറ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് അവന് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ക്രോഡീകരിച്ച് മിറാക്കുളി യൂക്കറിസ്റ്റിച്ച്, ഡിവൈൻ മിറക്കിൾസ്, യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് ലോകത്തുള്ള പല ഭാഗത്തുള്ള മനുഷ്യർക്ക് അത് സഹായകരമാകാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു സംഭാവന അവൻ ഈ മാധ്യമ ലോകത്തിലൂടെ ഈ ലോകത്തിന് നൽകി. അതാണ് നമ്മിൽ നിന്നൊക്കെ അവരെ വളരെ വ്യത്യസ്തനാക്കുന്നത്.